മതത്തിന് തീ കൊടുത്ത് മതേതര ഇന്ത്യയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് വർഗീയവാദികൾ. ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതോടെ അതേ വാദവുമായി വർഗീയവാദികൾ ഇങ്ങ് കേരളത്തിലും ചേക്കേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇതേ വിഷയം തൃശൂരിൽ ആളിക്കത്തുന്നുണ്ട്. പാലയൂർ, പുത്തൻപള്ളി ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ചാണ് വർഗീയവാദികളുടെ വരവ്. രാഷ്ട്രീയ നേട്ടത്തിനായി മതേതര ഇന്ത്യയെ നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്. ഇപ്പോഴിതാ പാലയൂർ, പുത്തൻപള്ളി ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്ന വർഗീയവാദികളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് TN പ്രതാപൻ MP. തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നടൻ സുരേഷ് ഗോപിക്ക് കൂടിയുള്ള മറുപടിയാണ് പ്രതാപന്റെ ഈ കുറിപ്പിലുള്ളത്. ഇന്ത്യയെ തന്നെ നശിപ്പിക്കാൻ കച്ചുകെട്ടിയിറങ്ങിയിരിക്കുന്ന ഇത്തരം വർഗീയവാദികൾക്കെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതാപൻ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേതാവിന്റെ ആ പ്രസ്താവന ഇങ്ങനെയാണ്: ചരിത്രവും വസ്തുതയും അറിയാത്തവരും രാജ്യത്ത് വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിന് നേരെയും തൃശൂർ പുത്തൻപള്ളിക്കെതിരെയും ഭീഷണിയുമായി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ക്രിസ്തുമതത്തിന് 2000 വർഷത്തിന്റെ ചരിത്രമുണ്ട്. ഭാരത അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹ കേരളത്തിലെത്തിയത് AD 52-ലാണ്. ആ കാലം മുതൽ ക്രിസ്തുമതത്തിന്റെ വ്യാപനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ വിശ്വമതങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത മഹത്തായ ഒരു പാരമ്പര്യമാണ് കേരളത്തിൻ്റെത്. ഭാരതത്തിലെ ക്രിസ്തുമത പ്രചാരത്തിന്റെയും സഭാചരിത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ പാലയൂർ പള്ളി ഇന്ത്യയിലെ ആദ്യ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹ നിർമ്മിച്ച ഈ പള്ളി 2 സഹസ്രാബ്ദത്തോളം പഴക്കമുള്ള ഒരു ചരിത്രത്തിന്റെ പാവനമായ സ്മാരകം കൂടിയാണ്. അതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള മറ്റൊരു പ്രസിദ്ധ ദേവാലയമാണ് പരിശുദ്ധ വ്യാകുല മാതാവിന്റെ ചർച്ച്. പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം വലിപ്പത്തിലും ശില്പവൈഷ്ഠ്യത്താലും ഇന്ത്യയിലെ മറ്റു പള്ളികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ള ദേവാലയമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ദേവാലയങ്ങൾക്കു നേരെ ഭീഷണിയുമായി വരുന്നവരെ തൃശൂരിൽ മാത്രമല്ല കേരളത്തിന്റെ 4 അതിർത്തി തന്നെ കടക്കാൻ അനുവദിക്കില്ല. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു കഴിയുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരുമിച്ച് നടത്തുന്ന സ്നേഹത്തിന്റെ ഭൂമികയായ നമ്മുടെ നാട്ടിൽ അപരവിദ്വേഷത്തിന്റെ വെറുപ്പ് പരത്തി പരസ്പരം തമ്മിലടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ജാഗ്രത പുലർത്തണമെന്ന് വർഗീയവാദികളെ ചൂണ്ടി തന്റെ പ്രസ്താവനയിലൂടെ തുറന്നടിച്ചിരിക്കുകയാണ് TN പ്രതാപൻ. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ ഒരു വർഗീയവാദികളെയും കേരളത്തിൽ വാഴിക്കില്ല. TN പ്രതാപനടക്കമുള്ള രാജ്യസ്നേഹികളുടെ വാക്കാണിത്. ഇതിന്റെ പേരും പറഞ്ഞ് കേരളത്തിൽ ഒരു കാവിക്കൊടിയും പറക്കില്ല. സുരേഷ് ഗോപിയും കൂട്ടരും ഇതിനായി വിയർക്കേണ്ട.